നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 23 രാവിലെ 11:51 AM ചൊവ്വ ശത്രുരാശിയായ കുംഭൻ രാശിയിലേക്ക് രാശി മാറുകയാണ്. അപ്പോൾ 4 രാശിക്കാർക്ക് നേട്ടമെന്നാണ് ഞങ്ങൾ പറയുന്നത്. 4 രാശിക്കാർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഓരോരോ രാശികളുടെ കാര്യങ്ങൾ നോക്കാം. നേട്ടം ഉണ്ടാകുന്നത് ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന പോലെ 4 രാശിക്കാർക്കാണ് നേട്ടം കൂടുതൽ ഉണ്ടാകുന്നത്. ഓക്കെ, 5ാം ഭാവത്തിലും 9ാം ഭാവത്തിലും ചൊവ്വ നിൽക്കുമ്പോൾ കുറച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഒക്കെ തരും. പിന്നെ അത് മാത്രമല്ല, അഷ്ടമത്തിലും 12ാം ഭാവത്തിലും ഒക്കെ 4ാം ഭാവത്തിലൊക്കെ നിൽക്കുമ്പോൾ ചൊവ്വ പ്രതികൂല അവസ്ഥയൊക്കെ സൃഷ്ടിക്കും. അപ്പോൾ അതൊക്കെ വേറെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് പ്രത്യേകം ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെ ചൊവ്വ രാശി മാറുന്നു. അപ്പം 4 രാശിക്കാർക്ക് നേട്ടം. നിങ്ങൾക്കറിയാം ചൊവ്വ കൊണ്ട് നേട്ടം എന്തൊക്കെയാണ്. പ്രധാനമായിട്ടും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും ധനപരവ് ഏത് അനുകൂലമായാലും ധനപരമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഈ ചൊവ്വ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഭൂമി ക്രയവിക്രയങ്ങൾ, ഭൂമി കച്ചവടം, റിയൽ എസ്റ്റേറ്റ്, ഭൂമി, അതുപോലെ തന്നെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ നേട്ടമുണ്ടാക്കുന്ന ഗ്രഹമാണ് ഈ ചൊവ്വ. അതുമാത്രമല്ല, നിയമപരമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസുകളും വഴക്കുകളുമൊക്കെ തീർപ്പാക്കുന്നതും അനുകൂലമാക്കുന്നതും പ്രതികൂലമാക്കുന്നതും ചൊവ്വ തന്നെ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ പൊതുവെയുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ പ്രധാനപ്പെട്ട നേട്ടങ്ങളുണ്ടാകുന്ന രാശിക്കാരെക്കുറിച്ച്, അവർക്ക് ഏത് മേഖലയിലാണ് സ്പെഷ്യലായിട്ട് നേട്ടം ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് 3ാം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത്. അപ്പോൾ ഈ 3ാം ഭാവം എന്താണ് സൂചിപ്പിക്കുന്നത്? മനസ്സ്, സഹോദരൻ, സുഹൃത്ത്, കുടുംബം. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും ഇവർക്ക്. ധനുരാശിക്ക് സ്പെഷ്യലായിട്ട് ആദ്യം പറഞ്ഞ ചൊവ്വയുടെ നേട്ടങ്ങൾക്ക് പുറമേ ധനുരാശിക്ക് പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്ന ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുകൂടാതെ മാനസികമായ ഒരു പ്രത്യേക ഊർജം കൂടുതലായിട്ട് ഇവർക്കുണ്ടാവും. സ്പെഷ്യലായിട്ട് ധനുരാശിക്ക് മാത്രമാണ്. കുടുംബസൗഖ്യം, കുടുംബജീവിതം നല്ല രീതിയിലാവും. അതുപോലെ സഹോദരന്മാരുമായിട്ട് കൂടുതൽ രമ്യതയിലാവും, കൂടുതൽ അടുക്കും. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, അതായത് സഹോദര തുല്യരായ സുഹൃത്തുക്കളും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുടുംബപരമായിട്ടും മാനസികമായിട്ടും പിന്നെ സഹോദര സുഹൃത്ത് ആ വിഭാഗങ്ങളുമൊക്കെ ആയിട്ടും പൊതുവിൽ ഇവർക്ക് ഒരു സ്പെഷ്യലായിട്ട് നേട്ടമുണ്ടാകും ധനുരാശിക്കാർക്ക്, ഈ ആദ്യം പറഞ്ഞ ഗുണങ്ങൾക്ക് പുറമേ. ഓക്കെ, ചൊവ്വ. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ കന്നിരാശിയാണ്. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് 6ാം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ മാത്രമല്ല, 5 ഗ്രഹങ്ങളൊക്കെ ഒരുമിച്ചൊക്കെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇവർക്ക് ഈ ആദ്യം പറഞ്ഞ ചൊവ്വയുടെ നേട്ടങ്ങൾക്ക് പുറമേ ഇവർക്ക് നിരവധി നേട്ടങ്ങളുണ്ട്. ശത്രുവിൽ വിജയം. ശത്രുക്കളൊക്കെ നിങ്ങളുടെ മുമ്പിൽ തോറ്റു തുന്നം പാടും. അതുപോലെ ഏപ്രിൽ 2 വരെയാണ് ഈ ചൊവ്വ ഈ കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. ഫെബ്രുവരി 23 തൊട്ട് ഏപ്രിൽ 2 വരെ. ഓക്കെ, അപ്പോൾ ഈ കാലയളവിൽ
കന്നിരാശിക്കാർക്ക് ശത്രുവിൽ വിജയം, രോഗങ്ങൾ ശമിക്കുകയോ പൂർണ്ണമായി ഇല്ലാതാവുകയോ ചെയ്യും. അത് നിങ്ങൾക്ക് മാത്രമല്ല, അമ്മയ്ക്കും അച്ഛനും ഒക്കെ സൗഖ്യം, ആരോഗ്യം മെച്ചപ്പെടും. ഓക്കെ. പിന്നെ കടങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒരുവിധമൊക്കെ കയ്യിലൊതുങ്ങും, കടങ്ങൾ കുറയും. പിന്നെ കേസും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ രമ്യതയിലേക്ക് മാറും. അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിക്കാനും ആവും. പിന്നെ വാഹന അപകടങ്ങളും മറ്റ് രീതിയിലുള്ള അപകടങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടാനുള്ള ഒരു കവചം ചൊവ്വ ഇവർക്ക് കന്യാരാശിക്കാർക്ക് മാത്രമായിട്ട് രൂപീകരിക്കും. അപ്പോൾ കന്യാരാശിക്കാർക്ക് നല്ല കാലമാണ്. ഓക്കെ. ഏകദേശം 45 ദിവസമാണ് ഈ ചൊവ്വ നിൽക്കുന്നത്. ഓക്കെ. ഫെബ്രുവരി 23 തൊട്ട് ഏപ്രിൽ 2 വരെ. ഓക്കെ. അപ്പോൾ എന്നിട്ട് അടുത്ത രാശി ഞങ്ങൾ പറയുന്നത് ഇടവൻ രാശിയാണ്. കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് നേരത്തെ തന്നെ ശനിയും വ്യാഴവും അനുകൂലമാണ്. അതുകൂടാതെ ഇവിടെ ചൊവ്വയും കൂടെ അനുകൂലമായിട്ട് വരികയാണ്. വലിയ നേട്ടങ്ങളാണ്, ഇടിവെട്ട് സൗഭാഗ്യമാണ് ഇടവൻ രാശിക്ക് വരാൻ പോകുന്നത്. 10ാം ഭാവത്തിൽ, കർമ്മഭാവത്തിലാണ് ചൊവ്വ വരുന്നത്. ചൊവ്വ മാത്രമല്ല, സൂര്യനും ബുധനും ശുക്രനും സർപ്പവും എല്ലാം കൂടെ ചേർന്ന് കർമ്മഭാവത്തിൽ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഞങ്ങൾ ആദ്യം പറയുന്നത്. ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ ഇടവൻ രാശിക്കാർക്ക് പ്രധാനമായിട്ടും തൊഴിൽ വിജയം ഉണ്ടാവും, തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. അവിടെ തൊഴിൽ രംഗത്ത് അത്യാവശ്യം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും. പക്ഷേ അതിനൊന്നും കാര്യമില്ല. നിങ്ങൾ ആ തിരക്ക് പിടിച്ച ആ അവസ്ഥയിൽ പോലും നിങ്ങൾക്ക് മനസാന്നിധ്യം കൈവിടാതെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് ഇതാണ്, ഇടവൻ രാശിക്കാർക്ക് കർമ്മരംഗത്ത് ഉജ്ജ്വല വിജയം നേടാൻ പറ്റും. പുതുതായിട്ട് ജോലി കിട്ടിയ, അതായത് തൊഴിൽ തേടി നടക്കുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാം ഈ 45 ദിവസത്തിനുള്ളിൽ. അതുപോലെ തന്നെ തൊഴിലുള്ളവർക്ക് തന്നെ ശമ്പള വർധനവുണ്ടാവാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാവാം. അതുകൂടാതെ ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ജോലിയേക്കാൾ ബെറ്ററായിട്ട് ഉള്ള ജോലി, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി പുതുതായിട്ട് ലഭിക്കാം. അതുപോലെ തന്നെ മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാകും. അതല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം പുതിയൊരു മേലധികാരി വന്നിട്ട് നിങ്ങളോട് വലിയ സൗഹൃദം പുലർത്തുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മേലധികാരി വന്നെന്ന് വരാം. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രധാനമായിട്ടും ഇടവൻ രാശിക്ക് കർമ്മഭാവത്തിൽ, അതായത് കർമ്മരംഗത്ത്, അതായത് തൊഴിൽ രംഗത്ത്, അതായത് തൊഴിൽപരമായിട്ടുള്ള വിജയം ഉറപ്പിക്കാം. ഓക്കെ. അതുകൂടാതെ സൂര്യനും അവിടെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്, 10ാം ഭാവത്തിൽ തന്നെ അനുകൂലം. അപ്പോൾ ഉറപ്പിച്ച് പറയാം, തൊഴിൽപരമായിട്ടുള്ള അത്ഭുതകരമായ നേട്ടങ്ങൾ ഇടവൻ രാശിക്കാർക്ക് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാവും. അത് ആദ്യം പറഞ്ഞ ചൊവ്വയുടെ അനുഗ്രഹങ്ങൾക്ക് പുറമെയാണ്. ഇനി പറയാൻ പോകുന്ന രാശി മേടം രാശിയാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് 5 ഗ്രഹങ്ങൾ വരികയാണ്, ചൊവ്വയുൾപ്പെടെ. ഓക്കെ. മേടം രാശിക്ക് 11ാം ഭാവത്തിൽ, അതായത് ലാഭം, മുഴുവൻ ലാഭമാണ്. ഈ പറഞ്ഞ 4 രാശിക്കാർക്ക് അടിപൊളി ഇടിവെട്ട് സൗഭാഗ്യമാണ്. ഓക്കെ. ഈ ഇടിവെട്ടെന്നുള്ള വാക്കിന് പകരം വേറെ ഏതെങ്കിലും നല്ലൊരു വാക്ക് പറയുകയാണെങ്കിൽ, ഈ ഇടിവെട്ടെന്നുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ഇടിവെട്ടെന്നുള്ള പദം വേണമെങ്കിൽ ഉപേക്ഷിച്ച് കുറച്ചുകൂടി സമാധാനപരമായിട്ടുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാം. എന്തായാലും സംഭവം ഇതാണ്, മേടം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്, അടിപൊളി സംഭവമാണ്. എല്ലാം കൊണ്ടും ഇവർക്ക് നേട്ടങ്ങളുടെ കാലമാണ്. പ്രത്യേകിച്ച് ഈ ചൊവ്വ
ഫെബ്രുവരി 23 തൊട്ട് ഏപ്രിൽ 2 വരെയുള്ള കാലഘട്ടത്തിൽ 45ഓളം ദിവസങ്ങളിൽ അടിപൊളി ദിവസങ്ങളാണ്. അപ്പോൾ ഇവർക്ക് ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമേ ഇവർക്ക് സർവ്വവിധ സൗഭാഗ്യം, എല്ലാ രംഗത്തും നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ഒരു കാലമായിരിക്കും. അത് ഏത് രംഗം എന്നൊന്നും പറയാനില്ല, എല്ലാ രംഗത്തും സർവ്വവിധ സൗഭാഗ്യം നിങ്ങൾ കാത്തിരിക്കുകയാണ്. അത്യത്ഭുതകരമായ രീതിയിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ എമൗണ്ടുകൾ. ചൊവ്വയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ് ഈ ചൊവ്വ. അപ്പോൾ ഭൂമി കച്ചവടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലക്ഷങ്ങളും ചിലപ്പോൾ കോടികളും വന്ന് മറിഞ്ഞെന്ന് വരാം. അപ്പോൾ ചുരുക്കത്തിൽ പൊതുവേ ചൊവ്വ ശത്രുരാശിയിൽ അത്ര വലിയ നേട്ടങ്ങളൊന്നും ചെറിയ രീതിയിൽ കുറവൊക്കെ ഉണ്ടാവും അനുഗ്രഹങ്ങൾക്ക്. എന്നാൽ തന്നെയും പൊതുവെ ഈ 4 രാശിക്കാർക്ക് അത്യധികം ഗുണാധിക്യമുള്ള കാലം വരികയാണ്. ഏകദേശം 45 ദിവസം. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഈ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.